ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. വേറൊന്നല്ല, ഇന്ന് വീട്ടിലേക്ക് അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ, കൂടെ ചേച്ചിയും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ ഇതിലാണ് കേട്ടോ ഞാനുള്ളത്. അപ്പോൾ നമ്മളെ കല്യാണം കഴിപ്പിച്ച അയച്ച വീട്ടിലേക്ക് അവർ വരുമ്പോഴുള്ള സന്തോഷം എന്താണെന്നുള്ളത് പെൺകുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക്. അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചന്ദ്രൻ തൊടാൻ പോയിട്ടോ. ചന്ദ്രൻ തൊട്ടിട്ട് ആവുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഒന്നുകൂടെ തൊട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ പോയിട്ടോ. പുട്ടും പപ്പടമൊക്കെ ആയിരുന്നു ചായക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പൂവിന് നിങ്ങൾ അവിടെ എന്താ പറയുക? അപ്പോഴേക്കും എൻ്റെ നേവിക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് മുടിയൊക്കെ ചീകി കൊടുക്കുമ്പോൾ അവനെ ഇവിടെ പൗഡർ ഇടുന്ന തിരക്കിലാണ് കേട്ടോ. പൗഡർ ഇട്ട് മുഖത്തൊക്കെ ഇട്ട് പൊത്തുന്നുണ്ട്. കൂടെ ഞാൻ അവനൊരു ചന്ദ്രൻ കൂടെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൻ്റെ ഫേവറേറ്റ് ചേച്ചി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിയാണ്, എൻ്റെ സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പോൾ ഇതാ അവൾ വന്നപ്പോൾ അവൻ്റെ ഒപ്പായിട്ട്, സോറി അവളുടെ ഒപ്പായിട്ട് അവൻ്റെ കളി. അപ്പോഴേക്കും ഇതിവിടെ ചേച്ചിയും അമ്മയും അച്ഛനും എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് ചേച്ചിയുടെ മോനാണ് കേട്ടോ. അവനെ കണ്ട അവനെ മതി. അപ്പോഴേക്കും ഇത് ഓരോരുത്തരായി ഇങ്ങനെ കയറി വരിക. പിന്നെ നേവീനെ അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ചേറെ സ്നേഹപ്രകടനങ്ങളായിരുന്നു വന്ന ശേഷമുള്ള. നേവി കൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവരെല്ലാവരും കണ്ടിട്ട്. അപ്പം ഞാനും കൂടെ ഹാപ്പിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചായ ഒക്കെ കൊടുത്തു. ചായ കൊടുത്തിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറയണ്ട. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഏട്ടൻ ഫോൺ വിളിക്കുന്നുണ്ട്. അങ്ങനെ ചോറിൻ്റെ സമയമാകുമ്പോൾ ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നേ. പിന്നെ നമുക്ക് നോലുമ്പുകാലായ കൊണ്ട് നോൺ വെജ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം സാധാ കറിയും ചോറൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇവർക്ക് പോകാൻ നേരമായിട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇവർ ഇറങ്ങുവായി. അപ്പോൾ നേവീൻ്റെ വിചാരം അവനും കൊണ്ടുപോകാൻ വെച്ചിട്ട് അവനും പോവാണ്. പിന്നെ അവന് ഭയങ്കര സങ്കടത്തോടെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. മോൻ്റെ ബർത്ത്ഡേ ഈ വീക്ക് തന്നെയാണ്, വർക്കിൻ്റെ അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് അവർ സൺഡേ വന്ന് പോകട്ടെ. അപ്പോൾ വന്നപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇവന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ അരീക്കോട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ, അതായത് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു കിഡ്സ് പാർക്കും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെയും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.